റിൻസി, എന്റെ കൂടെ ആ ജോലി ചെയ്തിട്ടുണ്ടിരുന്ന മീശഗോപി ഉണ്ടല്ലോ, അവൻ റെസിഗ്നേഷൻ കൊടുത്ത് പോയത് കണ്ടപ്പോ കൊതി തോന്നി. ചുമ്മാ തേരാപ്പാര വണ്ടിയും തള്ളിക്കൊണ്ട് നടന്ന അവൻ 4 കൊല്ലം കൊണ്ട് സ്വന്തമായിട്ട് ഇൻഷുറൻസ് ഏജൻസി തുടങ്ങി. ഇപ്പൊ മദാമ്മമാരടക്കം 4-5 പേര് അവന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മദാമ്മമാർക്ക് വേണ്ടിയാണോ ഈ പ്രായത്തിൽ വിഷമിച്ച് ഈ പരീക്ഷ എഴുതാൻ നോക്കുന്നത്? നീ എന്നാ പറഞ്ഞാൽ ഈ ഉടക്കാൻ വരാതെ പറയണ കേക്ക്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ ഇൻഷുറൻസ് ഏജൻസിയുടെ ലൈസൻസ് ഒന്ന് കൈ കിട്ടിയാ നമുക്ക് സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങാം. ആദ്യം പാർട്ട് ടൈം പോലെ അങ്ങ് തുടങ്ങാം. ആ സമയത്തിനുള്ളിൽ കുറച്ച് ക്ലയൻസിനെയൊക്കെ നമുക്ക് പിടിക്കുകയും ചെയ്യാം. ഒരു ഇൻഷുറൻസ് പോളിസി ഒന്ന് കിട്ടണമെങ്കിൽ ആരുടെയൊക്കെ കാല് പിടിക്കണം. പാർട്ട് ടൈമായിട്ട് ചെയ്താൽ അത് നടക്കുവോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആരെങ്കിലും സഹായത്തിന് ഒരാളെ അങ്ങോട്ട് നിയമിക്കാം. നമ്മുടെ ജോൺ ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു മകൻ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കണമായിട്ട് പറയണ കേട്ടല്ലോ. എന്നാ അവൻ്റെ പേര്? ഗർഗറിയോ? ഗിരിഗിരി അല്ല, ഗ്രഗറി. അത് തന്നെ. അവനെ തന്നെ നമുക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യാം. അവനാണ് പിന്നെ നമ്മുടെ ഇഷ്ടവും ആഗ്രഹമൊക്കെ അനുസരിച്ച് കൂടെ നിന്നോളും. വലിയ കുഴപ്പമുള്ള ചെറുക്കനല്ല. എൻ്റെ പ്രശ്നം അതല്ല, എങ്ങനെയെങ്കിലും ഈ പരീക്ഷയൊന്ന് പാസ്സാക്കി എടുക്കണം. അവസാനമായിട്ട് പുസ്തകം തുറന്നു നോക്കിയത് പ്രീ ഡിഗ്രിക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴാണ്. അതും 2 പ്രാവശ്യം എഴുതിയിട്ടല്ലേ? നീ കളിയാക്കൊന്നും വേണ്ട. പ്രീ ഡിഗ്രി ശരിക്കും പഠിച്ചിറങ്ങണമെങ്കിൽ ഒരു 3-4 കൊല്ലം എടുക്കും. നീ ഇനി ഇതൊന്നും പിള്ളേരുടെ അടുത്ത് വിളമ്പാൻ പോകണ്ട. ഒന്നാമത് ആ ചെറുക്കനും പെണ്ണ് ഈയിടെ ഒരു അല്പം റെസ്പെക്റ്റ് കുറവ് എന്നോടുണ്ടോ എന്നൊരു സംശയം. ആ പെണ്ണിനാണ് 100 നാക്കാ കഴുത്തിന് ചുറ്റും. ഗോപിക്ക് പാസ്സാകെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പാസ്സായിക്കൂടാ? അതുകൊണ്ട് ഞാനൊന്ന് മനസ്സിരുത്തി പഠിക്കാൻ പോവാ. അതിനിടയ്ക്ക് ഒരു 2 ആഴ്ചത്തിന് പാത്രം കഴുകാനോ തുണി നനയ്ക്കാനോ ഒന്നും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത് കേട്ടോ. ഇതൊന്ന് പാസ്സാവുമെന്ന് ഞാൻ നോക്കിയിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, പുറത്തേക്ക് ഒന്നിറങ്ങി ആ കടയിൽ പോയി ഒരു ഗൈഡിങ് മേടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് അതിരുന്ന് കാണാതെ അങ്ങ് പഠിക്കാൻ പോവാ. നീ ഈ കുന്ത്രാണ്ടോ തുന്നിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. അടുക്കളയിലേക്ക് എന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യും. വരുമ്പോൾ നമുക്ക് വരെ കഴിക്കണ്ടേ? അതേ, ഈ പുസ്തകം കേടുവരാതിരിക്കാനാ ഡാഡി ഇത് പൊതിയണത്. നിനക്കൊക്കെ ഒരു മതിപ്പില്ലെന്നുള്ളൂ. ഈ പുസ്തകത്തിന്റെ വില നിനക്കറിയാവോ? ഡാഡിയുടെ ഒക്കെ ചെറുപ്പകാലത്ത് വീട്ടിലാകെ ഒറ്റ പുസ്തകമേ കാണുള്ളൂ, ബുക്ക്. ഡാഡിയുടെ മൂത്ത ചേച്ചി ഉണ്ടല്ലോ, ഇവിടെ അമേരിക്കയിലുള്ള ആൻറ്റി ഇല്ലേ, ആൻറ്റി പഠിച്ച് മിടുക്കിയായി നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞപ്പം ആ പുസ്തകം ചേട്ടന് കൊടുത്തു. ഇപ്പം നാട്ടിൽ റബ്ബർക്കട നടത്തുന്ന അങ്കിളില്ലേ, അങ്കിള് തോറ്റു കഴിഞ്ഞപ്പം ഡാഡിക്ക് തന്നു. ഡാഡി അത് മനസ്സിരുത്തി പഠിച്ച് ഇവിടെ അമേരിക്ക വരെ എത്തി. അങ്ങനെ പോണു ഡാഡിയുടെ ഒക്കെ കാര്യം. നിന്റെ ഒക്കെ കാര്യം അങ്ങനെയാണോ മാനെ? ഒരു ലേബലിങ് എടുത്തോണ്ട് വന്നേ. മനസ്സിലായില്ലേ? ഇത് പേരെഴുതി ഒട്ടിക്കണ ആ കടലാസില്ലേ, ആ സ്റ്റിക്കർ ഉണ്ടോ? അതുകൊണ്ട് ഇല്ലേ? ഇതെല്ലാം കൂടെ നീയൊക്കെ തിന്നോ? ഒരു കാര്യം ഞാനിതേ വെച്ച് മാർക്കറും കൊണ്ടങ്ങ് എഴുതാം. ഇത് തന്നെ ഫ്രണ്ടിൽ വന്നല്ലോ. ശകനപ്പഴയാണല്ലോ ദൈവമേ. ഡാഡി ഐശ്വര്യമായിട്ട് പഠിക്കാൻ തുടങ്ങാൻ പോവാ. എൻ്റെ മാൻ ഇവിടെ ഇരുന്ന് ബഹളം ഒച്ച ഒന്നും എടുക്കരുത്. ഏതെങ്കിലും പുസ്തകം എടുത്ത് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഒച്ച കുറച്ച് പഠിച്ചോണം. എന്നെ ശല്യം ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ 1 മണിയായി. ഇപ്പോൾ തുടങ്ങിയ ഒരു 4 മണി വരെ അങ്ങോട്ട് പഠിക്കാം. അബ്രാനെ കനിയണേ. General insurance categories are standard line and excess lines. General insurance categories are standard line and excess line. തബ്രാനെ, ഇങ്ങനെ കാണാതെ പഠിക്കാനുള്ള ശുഷ്കാന്തി നീ എനിക്ക് നല്ല പ്രായത്തിൽ തന്നില്ലല്ലോ. അന്നെങ്ങാനും ഇത് തോന്നിയിരുന്നെങ്കിൽ ഞാൻ വല്ല കളക്ടറും ആയേനെ. ജനറൽ ഇൻഷുറൻസ് കാറ്റഗറീസ് ആർ സ്റ്റാൻഡേർഡ് ലൈൻ ആൻഡ് excess line.
പ്രിൻസി, എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ നേരമായി, ഞാൻ പോവാ കേട്ടോ. Mummy, എന്റെ ബാഗ് കാണുന്നില്ല. മോടെ ഹോംവർക്ക് എന്തുവാടാ ഇന്ന്? What I want to be when I grow up? ഓ, മോക്ക് എന്തോ ആകണ്ടിയ വലുതാവുമ്പോ? A movie actress. അമ്പടി, വേറെ ഒന്നും കണ്ടില്ല, അടിച്ച് പൊട്ടിക്കുന്നില്ലേ ഞാന്. പഠിത്തവും വിദ്യാഭ്യാസം വേണ്ടാത്ത എല്ലാത്തിനും കുഞ്ഞ് റെഡിയാ. നിനക്ക് ഡോക്ടർ ആകണോ എഞ്ചിനീയർ ആകണോ? എന്താ റിസൾട്ട് അറിഞ്ഞോ? എന്താ ഡാഡി തോറ്റാ? സാരമില്ല, പരീക്ഷ ഇനി എഴുതാവല്ലോ. ആ പുസ്തകം പിടിച്ചോണ്ട് ഉറങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ജയിച്ചടി. നിനക്ക് നിന്റെ മകൾക്കൊക്കെ എന്നെ ഒരു പുച്ഛല്ലാന്നോ? സർട്ടിഫിക്കറ്റ് ഇടോ? Wow, Daddy. 62 marks? പാസ്സാവാൻ എത്ര വേണം? 60. അതിന് മുകളിൽ 10 കിട്ടിയാൽ വേസ്റ്റ് ആണല്ലോ. വെറുതെ രാവിലെ കുറെ പെൻസിൽ കുറിപ്പിച്ചോണ്ട് പോയി. ഇതിനാവശ്യം വന്നില്ല. കമ്പ്യൂട്ടറിലായിരുന്നു പരീക്ഷയെ. ഒന്ന് പേടിച്ചു കേട്ടോ. പിന്നെ അവിടെ കുത്തി ഇവിടെ കുത്തി എൻ്റെ കുത്തി ഒപ്പിച്ചു. നിന്റെ ചെറുക്കനോട് പറഞ്ഞേരെ, അവനും ഒരു ശകലം പുച്ഛം ഉണ്ടായിരുന്നു എന്നോട്. ഏതായാലും നാളെ തൊട്ട് എനിക്ക് അയൺ ചെയ്യണ്ടല്ലോ ഒന്നും. ഞാൻ കുറച്ച് ചായ ഇടാം. ആ, ഒരു കാര്യം ചെയ്യ്, ചായ ഇടാൻ പോകുമ്പോൾ ഈ ബുക്കും കൂടെ നമ്മുടെ ബെഡിന്റെ തലക്കെ കൊണ്ട് വെച്ചത്. അതെന്തിന്? ദോഷം പറയരുതല്ലോ. ഇതിന്റെ പേജ് ഒന്നും കൂടെ തുറന്നാ മതി, അന്നേരം ഉറക്കം വരും. അത് ശരിയാ. ഉറങ്ങാൻ ഇത്രയും ഫസ്റ്റ് സാധനം വേറെ ഇല്ല. ഉറക്കക്കുളിയൊക്കെ ഇതിന്റെ പരിയത്ത് പോയല്ലേ കൊണ്ടുപോയി. മോൾ ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുക. ഓക്കെ? Now I know what I want to be when I grow up. എന്തോ? An insurance agent. അല്ല, ഇതൊക്കെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നീ എങ്ങനെ ഒപ്പിച്ചു? ഓ, ഇതാ അപ്പുറത്തെ വീട്ടിലെ ആ ഗുജറാത്തി പെണ്ണില്ലേ ധ്വനി, അവള് കൊണ്ടു തന്നതാ. അത് ശരി. ഞാൻ ഓർത്ത് ഞാൻ പരീക്ഷ പാസ്സായതിന്റെ പേരിൽ നീ ഉണ്ടാക്കിയതാണ്. വെറുതെ തെറ്റിദ്ധരിച്ചു. അത് പോട്ടെ, നാളെ തന്നെ കുറെ പേരെ നമുക്ക് പോളിസി എടുപ്പിക്കണം. അതിന് പള്ളിയിലുള്ള എല്ലാരോടും അങ്ങ് ചോദിച്ചാ പോരെ? ഏയ്, അതൊന്നും വേണ്ട. എൻ്റെ ആ ഫാറ്റ് ബേൺ കച്ചവടം കൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കാര്യത്തിന് ഏറ്റവും നല്ലത് വിളംബരെ കൂട്ടുക. നാളെ തന്നെ ആ ഗർഗറീനെ കണ്ട് ഒന്ന് വിളിക്കണം. ഗിരിഗിരി അല്ല, ഗ്രഗറി. അതിന് അവൻ ഈയിടെ അങ്ങോട്ട് നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഒന്നും പറയാൻ അവന് വിൽക്കും. അതിപ്പോ പാട്ട് പാടിക്കാനൊന്നും അല്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന സാലറി അനുസരിച്ച് മനുഷ്യക്കോലുള്ള ഒരുത്തിനെ കിട്ടിയത് തന്നെ ഭാഗ്യം. പിന്നെ നീ പറയുന്ന മാതിരി അത്ര വലിയ വിൽക്കൊന്നും അവനില്ല. അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോ. ഇൻഷുറൻസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സേഫ്റ്റി. എഴുതിയോ? ബട്ട് ഓൾസോ ദ ഫിലോസഫി ഓഫ്. ഫിലോസഫിയുടെ സ്പെല്ലിംഗ് എന്തോ? അങ്ങനെ ഞാൻ PILOSOPHY. അത് തെറ്റല്ലേ? FI അല്ലേ? എടാ, FI നാട്ടില്, അമേരിക്ക വരുമ്പോ PI. ഫിലോസഫി ഓഫ് അത് മതി, നീ അതങ്ങ് മടക്കി പോയി. ഞാനിത് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നേച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു കേട്ടോ. അതായത് ഇവിടെ എല്ലാവർക്കും വേണ്ടതായ ഒരു സംഗതിയാണല്ലോ ഈ ഇൻഷുറൻസ്. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് തന്നെ ലക്ഷപ്രഭുക്കളായ മലയാളികൾ ഒത്തിരി പേര് ഈ നാട്ടിലുണ്ട്. നമ്മളൊന്ന് പച്ച പിടിച്ചാൽ ഒരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നീ ആരാ? മാനേജർ. തേക്കുമൂട്ടിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ മാനേജർ. പിന്നെ നീ നമ്മുടെ ആഫീസിൽ ചുമ്മാ ഇരുന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ പിള്ളേർ ചെയ്തോളൂ. അല്ല ജോർജ് ഏട്ടാ, ഈ സാലറിയുടെ കാര്യം? എടാ, അതൊന്നും ഒരു കുഴപ്പമില്ല. നീ ഇപ്പം നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. നിനക്ക് ആവശ്യം ഇൻഷുറൻസ് മേഖലയിൽ എക്സ്പീരിയൻസാ. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല ജോർജ് ഏട്ടാ, ജോർജ് ഏട്ടൻ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാനൊരു 2-3 ദിവസമേ ആയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് നാളെ രാവിലെ കുളിച്ച് പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് മിടുക്കനായിട്ടിങ്ങ് വാ. ഞാനിതെല്ലാം നിന്നെ ഒന്ന് പഠിപ്പിച്ചു തരാം. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. എന്നാ വീടുകളാ
ജോർജ് ചേട്ടാ, ഈ ഫീൽഡൊക്കെ നോക്കി കിട്ടും പഠിച്ചാ ഇതുപോലെ ഒരെണ്ണം നിനക്കും മേടിക്കാം. അതൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ലായിരുന്നു. മാസാവസാനം നല്ല ശമ്പളം കിട്ടുന്ന ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എടാ, മാസാവസാനം കിട്ടുന്ന ശമ്പളം കണ്ട് വീട്ടിൽ ചെലവ് കറ്റിച്ചു നടക്കും. സ്വന്തമായിട്ട് എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങിയെങ്കിൽ കാശുണ്ടാക്കാൻ പറ്റൂ. നിനക്ക് കിട്ടിയ പോലെ ഈ ഉപദേശം എനിക്ക് ആരെങ്കിലും തരാനുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഞാനും ഇതുപോലത്തെ വീടൊക്കെ മേടിച്ചു വെച്ച് അതി താമസേന. ജോർജ് ചേട്ടാ, ഈ വീട്ടിൽ തന്നെ കയറി ചെന്ന് ചോദിക്കണം. ഇതേതോ മരണ വീടാണെന്നാ തോന്നുന്നത്. റീത്ത് കെട്ടി തൂക്കിട്ടിരിക്കുന്ന നാട്ടില്ലേ? എടാ മണ്ട, അത് നമ്മുടെ നാട്ടിലെ പോലെ റീത്ത് കെട്ടി തൂക്കിയേക്കണം അല്ല, അത് അലങ്കാരത്തിന് കെട്ടി തൂക്കിക്കണം. മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് മാറി നിൽക്കും, എന്നിട്ട് ഞാൻ എന്നാ സംസാരിക്കണമെന്ന് കേട്ട് പഠിക്കും. മനസ്സിലായോ? സംശയമുള്ളതൊക്കെ കുറിച്ച് വെച്ചോ. ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ സംശയമുള്ളത് പറഞ്ഞുതരാം. നീ എന്തിനാടാ കിറി ഓടിയത്? ഞാൻ വിചാരിച്ചു ജോർജ് ചേട്ടൻ പണ്ട് പോലീസ് കൊടുത്ത ഏതോ വീട് മാറി കയറി ചെന്നാന്ന്. അപ്പം അവർ തല്ലാൻ വന്നാന്ന്. അല്ലടാ, ഞാൻ ആ പട്ടിയെ പേടിച്ച് ഓടിയതല്ലേ. പട്ടി വീടിനകത്തല്ലേ ജോർജ് ചേട്ടാ? പട്ടിയെ എവിടെ കണ്ടാലും എനിക്ക് പേടിയാ. എൻ്റെ ചെറുപ്പത്തിൽ ക്രിസ്മസ് കരോളിന് പോകുമ്പോണ്ടല്ലോ, എത്ര കടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടുന്നതുകൊണ്ടാന്ന്. നിർത്തി നോക്കി, പട്ടി പിടിയല. എവിടുന്നെങ്കിലും ഒരു പട്ടി തേടി പിടിച്ചു വന്ന് എന്നെ കടിക്കും. രണ്ട് പട്ടികൾ തമ്മിൽ ചേരത്തിൽ എന്ന് പറയും എന്ത് ശരിയാ. കുരുത്തക്കേട് പറയുമ്പോൾ അവന് വിൽക്കൂല, ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ ഇന്ന് വീട് കയറി ഇറങ്ങി നിരങ്ങാൻ വയ്യ. നമുക്ക് കുറച്ചു നേരം ഫോൺ മാർക്കറ്റിംഗ് നടത്താം. വാ, നിന്നെ ഞാൻ അത് പഠിപ്പിച്ചു തരാം. ഈ ഫോൺ ബുക്ക് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് ഒരു നമ്പർ എടുത്തിട്ട് അങ്ങ് വിളിച്ചിട്ട് എന്തുവാ പറയണ്ടേ? അതെ, ഹലോ, ഐ വിൽ ഗീവ് ഇറ്റ് ടു മൈ മാനേജർ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഇങ്ങതാ. കസ്റ്റമേഴ്സിനോട് എങ്ങനെയാ ഡീൽ നടത്തേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അല്ലാതെ വിളി, ശരിക്കും വിളി. ഹലോ. കട്ടായി ജോർജ് ചേട്ടാ. ഒരു ഹലോ പറയാനുള്ള ചാൻസ് പോലും തന്നില്ല. അതിന് നിന്റെ ഒരു ഹലോ അല്ലല്ലോ, ഒരു 2-2.5 ഹലോയുടെ നീളം വരിയാലേ. ഇങ്ങ തന്നേരെ ആ ബുക്കും ഫോണും ഞാൻ തന്നെ ചെയ്തോളാം. ആ ചാക്കെട്ടെടുത്തു. ഇന്ന് കണി കണ്ടവൻ ആരായാലും ഹലോ, hi, this is George from Tekumudil Insurance Corporation. Yes, sir, I'm covering all kind of insurance. Do you have any insurance? Sorry, sir, sorry. Oh, സായിമാർക്ക് ഇത്രയും തെരു പറയാൻ അറിയോ? Tekumudil Insurance. Who is this? ജോർജ് ചേട്ടാ. ഗ്രിഗറി, നീയായിരുന്നോ? ആഹാ, എടാ, ഞാൻ നമ്പർ ഇങ്ങനെ യെല്ലോ ബുക്ക് നോക്കി വിളിച്ചോണ്ടിരുന്നത്. നിന്റെ നമ്പറാന്ന് ഞാൻ ഓർത്തില്ല. അല്ല, എങ്ങനെയുണ്ട്? ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ കിട്ടിയോ? എവിടെ? ഇവിടെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തെരുവിളിയല്ലേ? എന്നാ തപ്പി നോക്ക്, ഞാൻ വേറൊരാളെ വിളിക്കട്ടെ കേട്ടോ. ഓക്കെ. എന്തായി, വല്ലവരും കിട്ടിയോ? എവിടെ? ഒരുപാട് നടപ്പ് നടന്നിട്ട് ആകെ ഒരു വീട് തുറന്നു ഒരു തള്ളയാണ്.
ആ തള്ളയോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് ഒരു വിധം ഒപ്പിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ആ തള്ളക്ക് ചെവി കേൾക്കിയല്ല. പിന്നെ എന്നാ ചെയ്യാനാ? പിന്നെ നമ്മുടെ ആ ഗ്രിഗറി ഉണ്ടല്ലോ, അവൻ വാ തുറന്ന് ഹാ 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 എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ആൾക്കാർ ഫോൺ കട്ട് ചെയ്യും. ഇനി അവനെ വല്ല ഓഫീസിൽ ഇരുത്താം, നല്ല രക്ഷയിൽ. ഹലോ ജോർജ് ചേട്ടാ. ഓ ഒത്ത്. ഒത്തോ? ആ എവിടെയാടാ? ഒരുത്തി നാളെ വീട്ടിൽ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയുടെ ആണെന്നോ എന്നാ സൈസ് പോളിസി ആണെന്നോ വല്ലതും പറഞ്ഞോ? ആ അതൊന്നും പറഞ്ഞില്ല. എന്തായാലും പോളിസി തരുമെന്ന് ഉറപ്പാ. ആ ഓ നിൽക്കുന്നു ഞാൻ അഡ്രസ്സ് ഞാനൊരു കാനാൻ ബുക്ക്. ആ അഡ്രസ്സ് എഴുതിക്കോ. Okay, thank you very much. So, what's the name of the insurer? Oh, her name is Fancy. Her name is Fancy? Ah, nice name. My sister's name is Fancy too. She's very nice lady. Everybody like her. Yeah, Fancy. I like her. So, how much would you want to put in the insurer? How much you want to put the money amount? $100,000? Is it okay? Yeah, that's okay. That's very good. That's nice. Yeah, $100,000. Okay. If she's available now, she's in home now. Can I see Fancy? Yeah, sure, no problem. Fancy, come here, baby.